ശ്രീമാത്രേ നമഃ. ഓം ശ്രീമാത്രേ നമഃ. നമ്മൾ കഴിഞ്ഞ ഒരു മാസമായി ആധ്യാത്മിക തലങ്ങളെക്കുറിച്ച് സംസാരിക്കുകയാണ്. സ്തോത്രപാരായണങ്ങളുടെ പ്രാധാന്യം, ശക്തി, വളരെ ലളിതവും എന്നാൽ ആത്മാർത്ഥതയോടെയും സമർപ്പണത്തോടെയും നിരന്തരമായി ചെയ്യുന്ന ദേവീ സാധന നമ്മുടെ ജീവിതത്തെ എങ്ങനെ സമാധാനപൂർണവും ഐശ്വര്യപൂർണവുമാക്കി മാറ്റുന്നു എന്ന് നാം കണ്ടു. ഒരു ധ്യാന പ്രക്രിയ പരിചയപ്പെട്ടു. ദേവീ സ്വരൂപത്തെ 4 ശ്ലോകങ്ങളുടെ അർത്ഥവ്യാപ്തിയോടെ എങ്ങനെ ധ്യാനിക്കാമെന്ന് കണ്ടു. ഒരു യാത്രയിലേക്കാണ് നാം ഇനി കൈകോർക്കാൻ പോകുന്നത്. അതെ, നീണ്ട വർഷങ്ങളുടെ സാധനയിലൂടെ, വായനയിലൂടെ, അനുഭവങ്ങളിലൂടെ ഞാൻ അറിഞ്ഞ അല്ലെങ്കിൽ മനസ്സിലാക്കിയ ലളിതാ സഹസ്രനാമം എൻ്റെ പ്രിയപ്പെട്ടവരിലേക്കും പകർന്നു നൽകണമെന്ന അതിയായ ആഗ്രഹത്തിൽ നിന്ന് ലളിതാംബികാ ദേവിയുടെ അനുഗ്രഹാശസ്സുകൾക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് തുടങ്ങുകയാണ്. ആദ്യമായി ലളിതാ സഹസ്രനാമം ചൊല്ലിത്തുടങ്ങിയപ്പോൾ ഞാൻ ധരിച്ചിരുന്നത് ഇങ്ങനെ ചൊല്ലുന്നത് തന്നെയാണ് ശരിയായ പ്രാർത്ഥന എന്നാണ്. പിന്നീട് സ്ഥിരമായി ചൊല്ലാൻ തുടങ്ങി, ആവർത്തിച്ച് ചൊല്ലുവാൻ തുടങ്ങി, അക്ഷരസ്ഫുടത നിർബന്ധമാക്കി. അങ്ങനെ ആ 1000 നാമങ്ങളിലൂടെ കടന്നു പൊയ്ക്കൊണ്ടിരുന്നു. കൂടുതൽ കൂടുതൽ ഈ ആരാധനയിലൂടെ നടക്കാൻ തുടങ്ങിയപ്പോൾ വളരെ പ്രധാനമായ ഒരു സംഗതി തിരിച്ചറിയാനായി. ഓരോ നാമങ്ങളുടെയും അർത്ഥം അറിയണം. അങ്ങനെ ദേവിയുടെ സാന്നിധ്യത്തെ ഒരു പൂന്തോട്ടത്തിലെ സുഗന്ധപൂരിതമായ പൂക്കൾ പൂത്തുലയുന്നത് പോലെയുള്ള അനുഭവത്തിലേക്ക് ഞാൻ കടന്നു. അങ്ങനെ അറിയാൻ തുടങ്ങിയപ്പോൾ എൻ്റെ ഉള്ളിൽ ചിലതിനൊക്കെ മാറ്റം സംഭവിക്കുന്നത് മനസ്സിലാക്കാനായി. വെറും ജപത്തിൽ നിന്നും ദേവിയെ കാണുന്നതിലേക്ക് ഉയർന്നു. അങ്ങനെ സാവധാനത്തിൽ ഞാൻ മനസ്സിലാക്കി, ഓരോ നാമങ്ങളുടെ അർത്ഥതലങ്ങളിലൂടെ ദേവി റിവീൽ ചെയ്യപ്പെടുന്നതായിട്ട്. നമ്മുടെ ആത്മാർത്ഥമായ ശ്രദ്ധ മാത്രമായിരുന്നു അവിടെ ആവശ്യം. ധൃതി പാടില്ല. ഞാൻ മനസ്സിലാക്കി, ആരാധന എന്നാൽ മനഃപ്പാഠമാക്കൽ എന്നല്ല. ഈ നാമങ്ങൾ നമ്മുടെ അന്തരാത്മാവിനെ തൊട്ടറിയാനുള്ളതാണ്. അതിനാൽ അർത്ഥം അറിയുക എന്നത് അനിവാര്യമാണ്. അർത്ഥം അറിയുമ്പോഴാണ് ജപം ജീവനുള്ളതായിത്തീരുന്നത്.